നമസ്കാരം. C5 കൂടെ ഇപ്പോൾ ലേറ്റസ്റ്റ്ലി OTT റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ വന്നു. അപ്പം ഞാൻ ഈ സിനിമ പരിചയപ്പെടുന്നത് ക്രൈം ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, ത്രില്ലർ ഫാൻസുകാർക്ക് കാണാൻ പറ്റിയ അടിപൊളി ഒരു ത്രില്ലർ സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിൻ്റെ പേര് ഹൗസ് ഓഫ് ലൈസ് എന്നാണ്. ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തിൽ വന്നിട്ടുള്ളത് സഞ്ജയ് കപൂറാണ്. അതുപോലെ തന്നെ സൗമിത്ര സിംഗ് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹിന്ദി ഭാഷയിലാണ് ഇതിപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പരിഭാഷകളായിട്ട് ഇറങ്ങുമായിരിക്കും, പല ഭാഷകളിൽ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഹിന്ദി ഭാഷയാണ് ഇത് കണ്ടതും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പം ഹൗസ് ഓഫ് ലൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കത്തിക്കാണുമല്ലോ. വീടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സംഭവങ്ങളെയാണ് ബേസിക്കലി ഈ സിനിമ പറയുന്നത്. അതായത് ഇതിലൊരു ക്രൈം ത്രില്ലറാണ്. അതായത് ഈ ഒരു വീട്ടിനെ കേന്ദ്രീകരിച്ച് ഒരു ക്രൈം നടക്കുന്നു, ഒരു വീട്ടിലൊരു ക്രൈം നടക്കുന്നു. അതിനെ ബേസ് ചെയ്ത അന്വേഷണമാണ് ഇതിൻ്റെ മെയിൻ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. വളരെ ഗംഭീരമായിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ഒരു പ്രമേയം എന്ന് കൂടി പറയാൻ സാധിക്കും. അതായത് ഇത് കാണുന്ന ആൾക്ക് ഏകദേശം ഇത് ഇഷ്ടപ്പെടാതെ പോവാൻ ചാൻസ് ഇല്ല. ഇഷ്ടപ്പെടാതെ പോകുന്ന പറഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് കണ്ടപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ആ മേക്കിംഗ് രീതി ആയാലും ഒരു അന്വേഷണത്തിൻ്റെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ സഞ്ജയ് കപൂറിൻ്റെ ഒരു പ്രധാന ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള റോളെന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രേക്ഷകനെ ത്രില്ലടിപ്പിച്ചുകൊണ്ടാണ് ഇത് പല രീതിയിലും കഥ പറഞ്ഞു പോകുന്നത്. കഥ പറയുന്ന സമയത്താണെങ്കിൽ പോലും പ്രേക്ഷകരെ ഇതിലേക്ക് വലിച്ചെടുക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ ഡയറക്ടർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ആയിട്ട് ഉള്ളൊരു സ്ക്രീനിൽ തന്നെ കാണാൻ ശ്രമിക്കുക ഇത്. കാരണം ഗംഭീരമായൊരു ത്രില്ലറാണ്. ത്രില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്സെറ്റൊക്കെ വെച്ച് കാണുവാണെങ്കിൽ അടിപൊളിയായിട്ട് ഇതിൻ്റെ ഒരു BGM കാര്യങ്ങളും, വലിയ BGM ഒന്നും അല്ല, എന്നാലും അത്യാവശ്യം ത്രില്ലർ സിനിമകൾക്ക് വേണ്ട തരത്തിലുള്ള BGM കാര്യങ്ങളും കൊണ്ടുവരാൻ ഇതിൻ്റെ ഡയറക്ടറും അതുപോലെ അണിയറ പ്രവർത്തകരും സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടുള്ള ത്രില്ലർ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് തരം ത്രില്ലർ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വ്യത്യസ്തമായ ഒരു ക്രൈം സ്റ്റോറിയാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ അത്യാവശ്യം ഞാൻ പറയാം, ഇതിന് മുന്നേ തന്നെ ഇതേപോലെ ഒരു സിനിമ വന്നിട്ടുണ്ട്. ഇതിന് മുന്നേ തന്നെ ഹിന്ദിയിലും ഇതേ പാറ്റേണിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതൊരു വ്യത്യസ്തതരമായ ഒരു സിനിമയാണ്. അതായത് ഒരു വീട്ടിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെ ബേസിക്ക് ചെയ്തിട്ടാണ്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സിനിമ കണ്ടുവരാൻ മനസ്സിലാക്കുക. വീട്ടിൽ നടക്കുന്ന ഒരു ക്രൈം അതിനെ ബേസ് ചെയ്തിട്ട് മൊത്തത്തിലുള്ള ഒരു അന്വേഷണം, ഒരു മൊത്തത്തിലുള്ളൊരു ഒരു ത്രില്ലർ രീതിയിൽ ഒരു അന്വേഷണം ബേസിക്ക് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സിനിമ. പിന്നെ ഇത് അത്യാവശ്യം ഇവിടെ അങ്ങ് റിലീസ് ഉണ്ടായിരുന്നില്ല. ഹിന്ദി ഭാഷയുടെ സിനിമയാണ്ട് തന്നെ ഇവിടെ തിയേറ്ററുകളില്ലായിരുന്നു. OTTയിൽ വരുന്നത് ജസ്റ്റ് ഇത് ട്രൈ ചെയ്തൊന്ന് നോക്കുക. അപ്പം ഈ ഒരു പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എടുത്തു പറഞ്ഞ പോലെ ത്രില്ലർ ഫാൻസുകാർ കാണുന്ന ഒരു അവർക്കൊക്കെ ചിലപ്പം ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും. ത്രില്ലറുകൾ കൂടുതലും കാണുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാനൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. പടം കണ്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.